നിധി സംരംഭകരുടെ കൂട്ടായ്മയായ നിധി കമ്പനീസ് അസോസിയേഷൻ എറണാകുളം സോണൽ വാർഷിക സമ്മേളനം ജൂലൈ 14 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പറവൂർ കെടാമംഗലം കവിതാ ഇവന്റ് ഹബ്ബിൽ നടക്കും. വാർഷിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി. ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. NCA എറണാകുളം ജില്ലാ പ്രസിഡന്റ് MV മോഹനൻ അധ്യക്ഷനാകും. ബിസിനസ് പ്രൊമോഷൻ അവാർഡുകൾ മുൻ മന്ത്രി S. ശർമ്മയും വിദ്യാഭ്യാസ അവാർഡുകൾ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണനും സമ്മാനിക്കും. ബിസിനസ് യോഗം സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് A. പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി A. സലീഷ് മുഖ്യപ്രഭാഷണം നടത്തും. വൈസ് പ്രസിഡന്റ് E. ജോസഫ് കോമ്പൗണ്ടിംഗ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും. സംസ്ഥാന കോർഡിനേറ്റർ ജിമ്മി ജോർജ് ഇൻഷുറൻസ് വിതരണം ചെയ്യും. നിധി നിയമങ്ങളെക്കുറിച്ച് നടക്കുന്ന സെമിനാറിൽ സോണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ K. പത്മനാഭൻ ക്ലാസ് എടുക്കും. പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സോണൽ പ്രസിഡന്റ് MP മോഹനൻ, ജനറൽ സെക്രട്ടറി KO വർഗീസ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ K. പത്മനാഭൻ, പ്രോഗ്രാം കൺവീനർ കെവിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സമ്മേളനത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഞായറാഴ്ച ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. ഞായറാഴ്ച 14-ാം തീയതി ശ്രീ വർഗീസ് അവറുകളുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് ഇത്തവണ സമ്മേളന വേദി. കവിതാ ഇവന്റ് ഹബ്ബ് അവിടെ 9:30 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും. ഏകദേശം 250 പ്രതിനിധികളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും 300ഓളം പ്രതിനിധികളെയാണ് ഇപ്പോൾ ഫൈനലായിട്ട് സ്വാഗത സംഘം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നിധി കമ്പനികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വ്യക്തതയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 3 കാറ്റഗറിയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിൻ്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് നിധി കമ്പനികളുടെ ലൈസൻസിങ് അതോറിറ്റി. അങ്ങനെ ലൈസൻസ് തന്നു കഴിഞ്ഞാൽ ഒരു കമ്പനി ആദ്യത്തെ സമാഹരണം ഒരു 2 കോടി വരെയുള്ള നിധി കമ്പനികൾക്ക്, സാധാരണ അതിൽ വരുന്ന അംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെയാണ് ലോൺ പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. 2 കോടി മുതൽ 5 കോടി വരെ വരുന്ന ആ കാറ്റഗറിയിൽ, നിക്ഷേപ കാറ്റഗറിയിൽ സഹകാരികൾക്ക് 7.5 ലക്ഷം രൂപ വരെയും വായ്പ കൊടുക്കാനുള്ള അനുമതി ഗവൺമെൻറ് തന്നിട്ടുണ്ട്. 5 കോടിക്ക് മുകളിൽ ഉള്ള നിധി കമ്പനികളിൽ 15 ലക്ഷം വരെ വായ്പ കൊടുക്കാനും ഉള്ള അനുമതിയാണ് നമുക്ക് ഈ നിധി ലൈസൻസിൽ കൂടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ബാങ്കിങ് മേഖലമാര് പേഴ്സണൽ ലോൺ കൊടുക്കുന്ന പോർട്ട്ഫോളിയോ നിധി കമ്പനികൾക്ക് ഇല്ല. പേഴ്സണൽ ലോൺ കൊടുക്കാൻ പാടില്ല. സെക്യൂർഡ് ലോൺസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാവുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാ ബാങ്കുകളും, കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് കഴിഞ്ഞാൽ നിധി കമ്പനികൾക്കാണ് ഇന്ത്യയിൽ പബ്ലിക് ഡെപ്പോസിറ്റ് ഡയറക്റ്റായിട്ട് സ്വീകരിക്കാൻ RBIയും പാർലമെൻറ്റും അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന ആ ഡെപ്പോസിറ്റ് സുരക്ഷിതമായി തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂർഡ് ലോൺസ് മാത്രം എന്നുള്ള ആ പോർട്ട്ഫോളിയോ അനുവദിച്ച് തന്നിട്ടുള്ളത്. സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം, അതായത് 14-ാം തീയതി. ആ സെമിനാറിൽ നമ്മുടെ നിധി കമ്പനീസിനെ കുറിച്ചിട്ടും നിധിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഒരു ക്ലാസ് നയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഏകദേശം 250ഓളം അംഗങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 14-ാം തീയതി പ്രോഗ്രാമിന്. അപ്പോൾ ഈ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, അന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഇനാഗുറേഷന് ശേഷം മറ്റേ ബെസ്റ്റ് നിധി കമ്പനികൾക്കുള്ള അവാർഡ്, അതായത് ഈ സോണിലെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് എന്ന രീതിയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പെർഫോമൻസ് അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൂടാതെ A+ നിധി കമ്പനി അസോസിയേഷൻ്റെ ഡയറക്ടർമാരോ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അവരുടെ മക്കൾക്ക് നമ്മൾ മറ്റേ SSLCയിലും അതുപോലെ തന്നെ +2-ലും A+ നേടിയവർക്ക് പ്രത്യേക വിദ്യാഭ്യാസ അവാർഡ് നമ്മൾ നൽകുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഡയറക്ടേഴ്സ്, ലേഡി ഡയറക്ടേഴ്സ്, വനിതാ ഡയറക്ടർമാരെ, കമ്പനികളിലെ വനിതാ ഡയറക്ടർമാർ ഇപ്പോൾ മിക്ക കമ്പനികളിലുണ്ട്. അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചടങ്ങുകളോട് ഉദ്ഘാടനം നടക്കുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ പറഞ്ഞ സെമിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്.